ഹലോ നമസ്കാരം. സിൻസിയർ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഹബിലേക്ക് സ്വാഗതം. ഞാൻ പ്രീത ധനപാൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ടോപ്പിൻ്റെ വീഡിയോ ഒന്നുമല്ല കേട്ടോ, കുറച്ച് ബ്യൂട്ടി ടിപ്സാണ്. അപ്പം നമ്മുടെ ബ്യൂട്ടി പാർലറിൽ തന്നെ ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. ചേച്ചി എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ ചേച്ചിക്ക് പിഗ്മെൻറ്റേഷൻ വന്നപ്പോഴത്തേക്ക് എന്നോട് വന്ന് ചോദിച്ചു, എന്ത് ചെയ്യണം, എൻ്റെ മുഖം മുഴുവൻ പിഗ്മെൻറ്റേഷൻ വന്നല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് ക്രീംസൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ടൊന്നും മാറിയില്ല. അപ്പം അതുകൊണ്ട് ചേച്ചി എന്നോട് ചോദിച്ചായിരുന്നു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ അന്നേരം ഒരു ക്രീം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരത്തി ആ ക്രീം ഉണ്ടാക്കി ഇട്ടതിന് ശേഷം നല്ല വ്യത്യാസം വന്നു പുള്ളിയുടെ ഫേസിൽ. അപ്പം അതിന് ശേഷം അപ്പോൾ ഈ കഴിഞ്ഞിടെയാണ്, പിന്നെ കുറച്ച് നാളായിട്ട് ചേച്ചി കഴിഞ്ഞ ദിവസമാണ് എൻ്റെ പാർലറിൽ വരുന്നത്. അപ്പം എന്നോട് ചോദിച്ചു, പ്രീത ഇപ്പം വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയല്ലോ, വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അന്ന് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടൊരു ക്രീം പറഞ്ഞു തന്നായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്രീമിൻ്റെ വീഡിയോ ഒന്ന് ചെയ്താൽ ഒരുപാട് പേർക്ക് ഉപകാരമാകും. അപ്പം നമുക്ക് എല്ലാവരോടും പറഞ്ഞിടക്കാൻ പറ്റില്ലല്ലോ ഇതാണെന്ന്. അപ്പോൾ അത് പ്രീത ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചെയ്യാൻ ചേച്ചി, അതിനെന്താ, ചേച്ചിക്ക് അത് മാറിയല്ലോ, അപ്പം നമുക്കത് ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അത് പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. അത് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മരമഞ്ഞൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അങ്ങാടി കടയിൽ മേടിക്കാൻ കിട്ടുമേ. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വറൈസ്, അതായത് ഇരട്ടി മധുരം. ഇതും നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് ഒരു 50 ഗ്രാം വീതം നിങ്ങൾ വാങ്ങണേ. വാങ്ങിയതിന് ശേഷം ഇത് രണ്ടും പൗഡർ ഫോം വാങ്ങരുത് കേട്ടോ. ഇത് രണ്ടും മേടിക്കേണ്ടത് പൊടിക്കാത്തതായിരിക്കണം. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങൾ രാത്രിയിൽ ഇതൊന്ന് വെള്ളത്തിൽ വെക്കണം. വെള്ളം ഒഴിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിനെ സോക്ക് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം വെക്കാൻ കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് നമ്മുടെ ചെറിയ കല്ലിലെ ഇടികല്ലോ അല്ല എന്തിൽ വെച്ചേറ്റാലും മതി, അതൊന്ന് ചതയ്ക്കണം. നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ആ വെള്ളം കളയരുത് കേട്ടോ, ആ വെള്ളം തന്നെ നമുക്ക് വേണം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിക്കണം. കാരണം ആ വെള്ളം ചിലപ്പോൾ കുറച്ച് വറ്റിക്കാണ്, നമ്മളിത് കുതിർന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റുമല്ലോ. അപ്പോൾ അതനുസരിച്ച് കുറച്ച് വെള്ളം കൂടി, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നിങ്ങളിത് നന്നായിട്ട് വെവ്വേറെ വേണം കേട്ടോ, വേറെ പാത്രങ്ങളിലായിരിക്കണം ഇത് രണ്ടും വെക്കേണ്ട. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ ആദ്യം ഒന്ന് തിളപ്പിച്ച് മാറ്റിയതിന് ശേഷം അടുത്ത് തിളപ്പിക്കാം, കുഴപ്പമില്ല. 1 ഗ്ലാസ് ആയിട്ട് വറ്റിക്കണം. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് രണ്ടും നന്നായിട്ട് അരിച്ചിട്ട് നമ്മൾ കുപ്പിക്കകത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് എപ്പോഴും ക്രീം ഉണ്ടാക്കാൻ ഈ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളത്തിലേക്ക്, അതായത് 2 സ്പൂൺ വെള്ളം എടുക്കണം. ഈ മരമഞ്ഞളിൻ്റെയും 2 സ്പൂൺ എടുക്കുക, ഈ ലിക്വറൈസിൻ്റെയും 2 സ്പൂൺ എടുത്തിട്ട് നിങ്ങളൊരു ചില്ല് ബൗളിനകത്ത് നിങ്ങളത് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് 1 സ്പൂൺ അലോവേറ ജെൽ, ഒരു വലിയ സ്പൂൺ എടുക്കണം കേട്ടോ. ചെറിയ സ്പൂണാണെങ്കിൽ 2 സ്പൂൺ എടുക്കണേ, അല്ലെങ്കിൽ 1 സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിനകത്ത് നല്ലതുപോലെ. നമുക്കൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ക്രീമി ആയിട്ട് കിട്ടും. നല്ല ഇതായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കൂടി നിങ്ങൾക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാവുന്നതാണ്. പക്ഷേ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് മാത്രമായാലും മതി കേട്ടോ. ആ ചേച്ചിക്ക് ഞാനിത് ചേർക്കാതെ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ആ ചേച്ചി അങ്ങനെയാണ് ചെയ്തത്. അപ്പം പിന്നെ നിങ്ങൾ ഇത് മിക്സ് ചെയ്ത് നല്ല ഒരു ബോട്ടിലാക്കി നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും ഈ ക്രീമേ. അപ്പം ഇത് ഡെയിലി നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ്. കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, കുളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഈ ക്രീം കുറച്ചെടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം. അതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ ക്രീമും സൺസ്ക്രീമൊക്കെ ഉപയോഗിക്കാവുള്ളൂ. ഫസ്റ്റ് ഇതായിരിക്കണം ഉപയോഗിക്കണം. ഇത് സ്റ്റിക്കിയൊന്നും അല്ല കേട്ടോ. അത് നമുക്ക് ശരിക്കും നമ്മുടെ സ്കിന്നെ അബ്സോർബ് ചെയ്തതിന് കാണില്ല. നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണത്തില്ല കുറച്ച് നേരത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സൺസ്ക്രീമും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീമൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു പകലാണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് നമ്മൾ ഉച്ചയ്ക്ക് കൂടി സൺസ്ക്രീം ഉപയോഗിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇട്ടു വൈകിട്ട് ഇട്ടു അത് മാത്രം പോരാ, നമുക്ക് ഉച്ചയ്ക്കും കൂടി ഉപയോഗിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഇത് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഇട്ടിട്ട് വെയിലത്ത് പോയെന്നാൽ കറുക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വെയിലത്ത് പോകാതിരിക്കുക, പോകാൻ വേണ്ടിയല്ല ഞാൻ പറയണത്. ചിലർ പറയും ക്രീം ഇട്ടുണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കറുക്കൊന്നും. പക്ഷേ ഈ ക്രീം ഇട്ടുണ്ട് പോയെന്നാൽ കറുക്കത്തില്ല. കാരണം ഇതിനകത്ത് പുളി രസമുള്ളതൊന്നുമില്ല. അതുകൊണ്ട് ഇത് കറുക്കില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ കുട പിടിച്ചും സൺസ്ക്രീം ഉപയോഗിച്ചൊക്കെ പുറത്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കുറേ മാറ്റം വരും. പിന്നെ ഞാൻ ഇത് പറഞ്ഞു വന്നത്,
പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഇടാനും വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വന്നത്. പക്ഷേ നിങ്ങൾ എല്ലാവർക്കും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. നമുക്കൊരു പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനും ഇത് നല്ലതാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്രീം നമ്മളിങ്ങനെ സൂക്ഷിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുകയാണ് ചെയ്തത്, നമുക്ക് റൂമിൽ തന്നെ നമുക്ക് വെച്ചേക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ളവർ ചെയ്യേണ്ടത് ആദ്യം പിഗ്മെൻറ്റേഷനുള്ള ഭാഗത്ത് മാത്രമേ ഈ ക്രീം ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്രീം ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഇത് ഫേസ് കംപ്ലീറ്റ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫേസിലേക്ക് നമുക്ക് ഒരു 1-2 ഷെയ്ഡ് നമ്മുടെ സാധാരണ ഉള്ള കളറിൽ നിന്ന് കുറച്ചുകൂടി ഫെയർ ആവും. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ നമ്മളെന്താ അത് കുറച്ചുകൂടി കറുത്തതായിട്ട് നമുക്ക് തോന്നും. അത് ശരിക്കും പിഗ്മെൻറ്റേഷൻ നൈസായി വരുന്നുണ്ട്. ശരിക്കും നിങ്ങൾ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറയുന്നുണ്ട്. പക്ഷേ നമ്മളിത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് വിചാരിക്കും സ്കിന്ന് ഫെയർ ആകുമ്പോൾ ഇതും കൂടി നമ്മളിൽ ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഒരു 2 ആഴ്ചയെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം നിങ്ങൾ മുഖത്ത് കഴുത്ത് തൊട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം, കയ്യിലുമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് നൈറ്റിൽ ഇത് ഉപയോഗിക്കണം, വളരെ നല്ലതാണ്. അതായത് നമ്മൾ നൈറ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുക. അത് ഓവർ നൈറ്റ് മുഖത്ത് തന്നെ ഇരുന്നോട്ടെ, അതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. നിങ്ങൾ നേരം വെളുത്തതിന് ശേഷം മാത്രം അത് കഴുകിക്കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ട്. 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ഇത് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് എന്നെ അറിയിക്കണേ. നിങ്ങളതിന് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആഫ്റ്ററും ബിഫോറും ഫോട്ടോ എടുത്ത് വയ്ക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ആ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഫേസിൽ നിന്ന് അത് മാറിയിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് മാറാനായിട്ട് ഉള്ളിൽ കഴിക്കാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്തായി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ഇപ്പം ഉണ്ടാക്കിയ ക്രീം ഉണ്ടാക്കി കാണിക്കണം എന്നുള്ളവർ എന്നെ ഒന്ന് അറിയിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കി കാണിക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കി കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കി കാണിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, എല്ലാ സാധനവും നമുക്ക് കിട്ടുന്നതുമാണ്. 3 കാര്യങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ടും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് സമയം എടുത്തെങ്കിലും ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉപയോഗിക്കുക. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരും കൂടി ഇതൊന്ന് അറിഞ്ഞിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ തുടങ്ങിയിട്ട് അധികം നാളായില്ല, അതുകൊണ്ട് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്താനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. അപ്പം അതനുസരിച്ച് നമുക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അടുത്തടുത്ത വീഡിയോയിലേക്ക് ഒരുപാട് ക്രീം നമുക്ക് നൈറ്റിലും ഡെയിലും ഉപയോഗിക്കാൻ പറ്റും, നൈറ്റിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റിയത്, പിഗ്മെൻറ്റേഷൻ, ആക്നെയ്ക്ക്, അങ്ങനെ നമുക്ക് ഈ ചുണ്ടൊക്കെ കറുത്ത് പോകത്തില്ലേ, അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഒരുപാട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ക്രീംസിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോന്നും നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്റ്റിച്ചിങ് ക്ലോത്തിൻ്റെ കൂടി ഉണ്ടാകും. അപ്പോൾ സ്റ്റിച്ചിങ് ടോപ്പിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇടും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം പോലെ ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. ഓക്കെ, ബൈ.